എൻ്റെ പേര് സ്മിത പൗലോസ്. ഞാൻ ഖത്തറിലാണ് താമസിക്കുന്നത്. സ്വദേശം തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിലെ അഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് എൻ്റെ സഹോദരി സരിത. ഞാനും എൻ്റെ സഹോദരിയും ചേർന്നിട്ടാണ് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് മിസ്റ്റിക്കൽ മെലഡീസ്. ഇതൊരു നോവലാണ്. ഇത് പ്രതിപാദിക്കുന്നത് ബേസിക്കലി ഇപ്പോഴെല്ലാം വളരെയധികം പ്രസക്തമായ ഒരു വിഷയമാണല്ലോ ഡിപ്രഷൻ. അപ്പോൾ ഡിപ്രഷനെ കുറിച്ചിട്ടാണ്, വിഷാദ രോഗത്തെ കുറിച്ചാണ് ഞങ്ങൾ പ്രധാനമായും ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങൾക്ക് പലർക്കും ഡിപ്രഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് എന്താണ് പ്രതിവിധി? ഡിപ്രഷൻ കൊണ്ട് നമുക്ക് പലതരത്തിലും നേരിടാൻ പറ്റും. എന്നാൽ നമ്മൾ ഡയറക്റ്റ്ലി പറയല്ല, നേരിട്ട് പറയുകയല്ല ചെയ്യുന്നത്. കഥാപാത്രങ്ങളിലൂടെ നമുക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും ഇതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇതിനകത്ത് 3 കഥകൾ, പ്രധാനമായും ഇതിനകത്ത് 3 കഥകളാണ് വരുന്നത്. ഈ 3 കഥകൾക്കും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് വായിച്ചു വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വായിക്കുമ്പോൾ ഫസ്റ്റ് റീഡിങ്ങിൽ നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സ് ആയിരിക്കില്ല രണ്ടാമതും മൂന്നാമതും വായനയിൽ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരു വ്യക്തത വരും. ആദ്യത്തെ വായനയിൽ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. കാരണം 3 കഥകളിലും കുറച്ച് സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺസ് നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ ഈ കഥ എഴുതിയിരിക്കുന്നത് ബേസിക്കലി ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ 100 Years of Solitude എന്ന അതിപ്രശസ്തമായ ക്ലാസിക്, അതിന്റെ ഒരു ചുവട് പിടിച്ചാണ് ഇത് എഴുതിയത്. അതായത് മാജിക്കൽ റിയലിസം, മെറ്റാഫിക്ഷൻ, ഇങ്ങനത്തെ എലമെന്റ്സ് എല്ലാം ഇതിനകത്ത് കാണാൻ സാധിക്കും. 2 കഥകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ടുള്ളതാണെങ്കിൽ, മൂന്നാമത്തെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് മൃഗങ്ങളാണ്, സംസാരിക്കുന്ന മൃഗങ്ങളാണ്. സംസാരിക്കുന്ന മൃഗങ്ങളും അവരെ നോക്കുന്ന ഒരു യജമാനൻ, ഒരു മാസ്റ്റർ പാട്രിക്. അങ്ങനെ ഒരു കഥ, മൂന്നാമത്തെ ഒരു കഥ ഇതിനകത്ത് ഉണ്ട്. നമ്മൾക്ക് സ്റ്റോറി വിത്തിൻ ദ സ്റ്റോറി എന്ന് പറയാം. ആക്ച്വലി 3 സ്റ്റോറീസ് ഉണ്ട്. ഈ മെയിൻ നോവലിൽ 3 കഥകളുണ്ട്. 3 കഥകൾക്ക് തമ്മിൽ കണക്ഷനും ഉണ്ട്. പിന്നെ നമുക്കൊരു പാറ്റേണും ഇതിനകത്ത് കാണാൻ സാധിക്കും. ഡിപ്രഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ 3 കഥകളിലും ഡിപ്രഷൻ്റെതായ, വിഷാദ രോഗത്തിൻ്റെതായ പല എലമെന്റ്സും കാണാൻ സാധിക്കും. അപ്പോൾ വിഷാദ രോഗത്തിന് നമുക്ക് ബേസിക്കലി ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ചികിത്സയാണ്. അപ്പോൾ ചികിത്സ കൊണ്ട് മാത്രം ആളുകൾ രക്ഷപ്പെടുന്നുണ്ടോ? നമുക്ക് ശരീരത്തിന് ചികിത്സ പോലെ തന്നെ മാനസികാരോഗ്യവും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ശരീരത്തിന് നമ്മൾ എങ്ങനെയൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നമുക്ക് മനസ്സിനും നമുക്ക് ഒരു ചികിത്സ ആവശ്യമാണ്. പക്ഷെ പലപ്പോഴും അത് പുറത്തു പറയാനും ആളുകൾ മടിക്കുന്ന ഒരു സംഭവമാണ്. വിഷാദരോഗം തനിക്കുണ്ടെന്ന് ഒരുവിധം ആൾക്കാർക്കെല്ലാം വളരെയധികം കാണപ്പെടുന്ന ഒരു അസുഖം തന്നെയാണ് ഈ വിഷാദരോഗം. പക്ഷെ നമ്മൾക്ക് അതിനോടുള്ള ആക്സെപ്റ്റൻസ് ആണ് ആദ്യം വേണ്ടത്. അപ്പോൾ സൊസൈറ്റിക്കും അതിനോടൊരു ആക്സെപ്റ്റൻസ് വേണം. അത് നമുക്ക് എങ്ങനെ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ഡയറക്റ്റ്ലി പറഞ്ഞു പോവല്ല. കഥാപാത്രങ്ങളിൽ കൂടെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വ്യക്തിയിൽ വിഷാദരോഗം വരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുട്ടിക്കാലത്ത് ഉള്ളത് ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ, അതുപോലെ തന്നെ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഡിപ്രഷൻ ഉണ്ടാവാം, ജോലി സംബന്ധമായ ടെൻഷൻ കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാവാം. പിന്നെ ഇതിനകത്തൊരു പേഴ്സണൽ എലമെന്റ് ഞങ്ങൾക്ക് ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഫാദർ മരിച്ചിരിക്കുന്നത് ഡിപ്രഷൻ മൂലം തന്നെയാണ്. 2000 ആണ്ട് ജൂൺ 28-നാണ് ഡാഡി മരിച്ച് ഞങ്ങളെ വിട്ടു പോയത്. അപ്പോൾ അത് ഡിപ്രഷൻ മൂലം ആയതുകൊണ്ട് തന്നെ ഇത് 25-ാം വർഷം ആയതുകൊണ്ട് ഈ വർഷം അവസാനിക്കുന്ന അന്ന് ഡിസംബർ 31-ന് ഡാഡിക്കുള്ള ഒരു ഡെഡിക്കേഷൻ ആയിട്ടാണ് ഞങ്ങൾ ഈ ബുക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ പുസ്തക പ്രകാശനം ഞങ്ങൾ നിർവഹിക്കുന്നത് നാളെയാണ്. നാളെ ഡിസംബർ 31 ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് ബ്ലൂ സെറീൻ റിസോർട്ട്സ് എനമാവ് വെച്ചിട്ടാണ് ഇതിന്റെ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. അപ്പോൾ നിങ്ങളേവരും ഇതിന്റെ മാറ്റർ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വായിച്ചു നോക്കി ഞങ്ങളുടെ ഒരു പ്രത്യേക ക്ഷണമായിട്ട് ഇത് സ്വീകരിച്ച് നിങ്ങളെല്ലാവരും ഞങ്ങൾ നാളെ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ബാക്കി ഇതിനകത്ത് ഡിപ്രഷന് പുറമെ പ്രതിപാദിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് എന്തൊക്കെയാണെന്ന് എൻ്റെ സഹോദരി സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇതിലത്തെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ സ്റ്റോറി വിത്തിൻ ദ സ്റ്റോറി, ഈ കഥയ്ക്കകത്ത് ഉള്ള ഒരു റൈറ്ററാണ്, ഒരു സ്ട്രഗ്ലിംഗ് റൈറ്ററാണ് വില്യം ജോസഫ് എന്ന് പറയുന്ന കഥാപാത്രം. ആ വില്യം ജോസഫ് എഴുതുന്ന ഒരു കഥയാണ് ദ മിസ്റ്ററി ഓഫ് ഗോൾഡൻ ചേംബർ എന്ന് പറയുന്ന കഥ. ആ കഥയിലൂടെയാണ് ഞങ്ങൾ ഈ പറയുന്ന മൃഗങ്ങളായ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ മൃഗങ്ങൾ എന്ന് പറയുന്നത് സംസാരിക്കുന്ന മൃഗങ്ങളാണ്. അത് ഒരു പുതിയൊരു കൺസെപ്റ്റിലൂടെയാണ് ഞങ്ങൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് അതിലത്തെ ഒരു 3 പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ഡൈനോസർ, പിന്നെ ഒരു മുയൽ, പിന്നെ ഒരു കുതിര.
ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആ മിസ്റ്ററി ഓഫ് ഗോൾഡൻ ചേംബറിൽ. ആ മൂന്ന് കഥാപാത്രങ്ങൾക്കും ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊമ്പുകളുണ്ട്. സാധാരണഗതിയിൽ ഒരു ഡൈനോസറിനോ മുയലിനോ അല്ലെങ്കിൽ കുതിരയ്ക്കോ കൊമ്പുണ്ടാവില്ലല്ലോ, പക്ഷെ ഇതിന് മൂന്നിനും കൊമ്പുണ്ട്. ഈ ഡൈനോസറിന് ഒരു എസ് ഷേപ്ഡ് ഹോൺ ആണ് ഉള്ളത്. അതുപോലെ മുയലിന് ഒരു പി ഷേപ്ഡ് ഹോൺ, കുതിരയ്ക്ക് ഒരു എൽ ഷേപ്ഡ് ഇൻവേർട്ടഡ് എൽ ഷേപ്ഡ് ഹോൺ ആണ് ഉള്ളത്. അപ്പൊ ഈ മൂന്ന് കഥാപാത്രങ്ങൾ ആക്ച്വലി അവര് പ്രതിനിധീകരിക്കുന്നത് മനുഷ്യകുലത്തിന്റെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, അതിനെയാണ് ആക്ച്വലി അത് പ്രതിനിധീകരിക്കുന്നത്. അപ്പം പുരാതന കാലത്ത് തൊട്ട് നമ്മൾക്ക് ദൈവത്തെ പറ്റി ഒരു സങ്കല്പവും മനുഷ്യന് സ്വന്തം സ്വത്വത്തെ പറ്റിയ ഒരു അവബോധവും ഒക്കെയുള്ള ആ ഒരു ആംഗിളിലാണ് ഈ ഡൈനോസർ പ്രത്യക്ഷപ്പെടുന്നത്. ഡൈനോസറിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താന്ന് വെച്ചാല് ആ ഡൈനോസർ ഒരു സെൽഫിഷ് കഥാപാത്രമാണ്. ബാക്കി എല്ലാ കാര്യത്തിലും അതൊരു മെയിൽ കഥാപാത്രമാണ്. എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ദൈവത്തെ പറ്റിയുള്ള ആ ചിന്തകള് അതിന്റെ കാര്യത്തില് ഈ ഡൈനോസർ സെൽഫിഷാണ്. അതേസമയം മുയലാകട്ടെ ഈ മൂന്ന് കഥാപാത്രങ്ങളിലും ഏറ്റവും ചെറുതാണ് മുയല്. ഏറ്റവും ചെറുതാണെങ്കിലും മൂന്ന് പേരിലേക്കും ഏറ്റവും സുന്ദരിയും കാണാൻ നല്ല ഭംഗിയുള്ള മുയലാണ്. പക്ഷെ ആ മുയലിന് സ്വന്തം സങ്കല്പങ്ങളെ പറ്റിയും സ്വന്തം സൗന്ദര്യത്തെ പറ്റിയും ഒക്കെ ഒരു അഹങ്കാരമുണ്ട്. അതാണ് ആ പി ഷേപ്ഡ് ഹോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കഥാപാത്രമായ കുതിര എന്ന് പറയുന്നത് നമ്മളുടെ മനുഷ്യകുലത്തിന്റെ ഫ്യൂച്ചറാണ്. ഇപ്പോഴത്തെ ഇനി വരാൻ പോകുന്ന നമ്മളുടെ ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും മനുഷ്യകുലം അവരുടെ ദൈവിക സങ്കല്പത്തെ പറ്റി അവർ ഹൗ ദേ ഗോയിങ് ടു ഗോ ഫോർവേഡ്, അതാണ് അതിൽ വരുന്നത്. അപ്പൊ ഈ എൽ ഷേപ്ഡ് എന്ന് പറയുന്ന ഹോൺ അത് പ്രതിനിധീകരിക്കുന്നത് ലോജിക്കാണ്, യുക്തിവാദം. അപ്പൊ യുക്തിവാദം മനുഷ്യനെ എവിടെ ചെന്ന് എത്തിക്കും എന്നുള്ളതാണ് ആ ഒരു കഥയിലൂടെ ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ കഥയ്ക്ക് നമ്മളുടെ മെയിൻ സ്റ്റോറി ലൈനുമായിട്ടുള്ള ബന്ധം എന്താ വെച്ചാല് അതിന്റെ ആ ഒരു ദൈവിക സങ്കല്പത്തിനെ പറ്റിയുള്ള ഒരു പ്രതിപാദനമാണ് അവിടെ വരുന്നത്. അപ്പൊ അതും ഈ പറയുന്ന ഡിപ്രഷനും വിഷാദരോഗവുമായിട്ട് വളരെ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. അത് കഥ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവസാനം നമുക്കിതിൽ ഈ എല്ലാ കഥകളിലും പറയുന്ന മൂന്ന് പ്ലോട്ട്സും കൂടി ഒന്നിച്ചു ചേർന്ന ഒരു ശുഭപര്യവസായിട്ട് അവസാനിക്കുന്ന ഒരു കഥയാണ് ഞങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫർദർ ഈ വായനക്കാർക്ക് അത് കൂടുതൽ അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഈ ഇന്നത്തെ യുക്തിവാദം കൊണ്ട് നമ്മൾക്ക് ദൈവത്തെ പറ്റിയുള്ള സങ്കല്പത്തെ അതിന് എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നമ്മൾക്ക് എന്ത് ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത്, അത്തരം കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ എന്റെ സുഹൃത്തായ മിസ്റ്റർ ജഗനെ ഇപ്പൊ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. സരിത, സ്മിത സഹോദരിമാരാണ്. അവർ ഒന്നിച്ചെഴുതുന്ന ആദ്യത്തെ പുസ്തകമാണ് മിസ്റ്റിക്കൽ മെലഡീസ്, എ ട്രിസ്റ്റ് വിത്ത് ദി ഇംപാൽപ്പബിൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഡിക്ഷണറി എടുത്ത് നോക്കുമ്പോൾ ട്രിസ്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് എൻകൗണ്ടർ എന്നാണ്. ഇംപാൽപ്പബിൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ 5 പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയാത്തതും എന്നാൽ അങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ട് എന്ന് നമ്മളുടെ ഒരു ആത്മാവ് വഴി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഇംപാൽപ്പബിൾ. വളരെ അർത്ഥവത്തായ ഒരു ടൈറ്റിലാണ് അവരുടെ ആദ്യത്തെ ഈ ഒരു പുസ്തക സംരംഭത്തിന് അവർ ഇട്ടിരിക്കുന്നത്. ഈ കഥ തുടങ്ങുന്നത് ഇവർക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു പരിസരത്ത് നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. മറിയ എന്നു പേരുള്ള ഒരു പ്രായമായിട്ടുള്ള ഒരു വീട്ടമ്മ, അവരുടെ മരിച്ചുപോയ ഭർത്താവ് ജോസഫ്, അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകളുമായിട്ട് അവർ ജീവിക്കുന്നു. ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ അവരുടെ വീട്ടിലേക്ക് ചോദിച്ചു. ജോസ്, കെ.പി. ജോസ്. അതെ അതെ, ഇംഗ്ലീഷ്. സോറി, ഇംഗ്ലീഷ്. 290 രൂപ. ഏനാമാവില് ബ്ലൂ സെറി. അത് ഞങ്ങൾ ഇനി ഉദ്ദേശിക്കുന്നുണ്ട്, തർജ്ജമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രണ്ടുപേർക്കും വ്യക്തിപരമായ താല്പര്യമുള്ള വിഷയമാണല്ലോ. ഞങ്ങളുടെ ഫാദർ ആണല്ലോ മരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട്
നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തൊക്കെല്ലാം ചെയ്യാൻ സാധിക്കും, ഈ മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നതുകൊണ്ട് ഞങ്ങൾ ഇത് ഒന്നിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. ചേച്ചിയാണ് അതിന്റെ കഥാതന്തുവെല്ലാം ഞാൻ തന്നെയാണ് തയ്യാറാക്കിയത്. ഒരു വർഷം കൊണ്ടാണ് ഒരു വർഷം. കഴിഞ്ഞ ഡിസംബറിലാണ് ഞങ്ങൾ ഇതിന്റെ പണികൾ ആരംഭിച്ചത്. ഉദ്ഘാടക ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റിന്റെ ബാംഗ്ലൂർ ചാപ്റ്റർ അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വിജയവനിത എന്ന് പറയുന്ന സ്ത്രീയാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരുന്നത്. ഞാൻ ഖത്തറിലാണ്. ഞാൻ ചെന്നൈയിലാണ്. ഞാൻ ബാങ്കിൽ, ബേസിക്കലി ഞാനൊരു ബാങ്കറാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. തൃശ്ശൂർ, അഞ്ചേരി. കുരേച്ചിറ അടുത്ത്, കൊല്ലൂർ കുരേച്ചിറ, തിരുത്തൂർ അമ്പലം വഴി. എൻ്റെ പേര് ജഗൻ ഗോപിനാഥ്. ഞാൻ ലിവർപൂൾ ആസ്ഥാനമായിട്ടുള്ള ഇന്റർനാഷണൽ കോട്ടൺ അസോസിയേഷനിലെ ഡയറക്ടറാണ്. സരിതയുടെയും സ്മിതയുടെയും കുടുംബ സുഹൃത്തു കൂടിയാണ്. ഞാൻ സ്മിജ പി കെ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. സ്മിജ പി കെ. നമസ്കാരം, എൻ്റെ പേര് അരുൺകുമാർ. ഞാൻ സ്മിതയുടെ BEd മേറ്റ് ആണ്. ഞാൻ ടീച്ചറാണ്, പഠിച്ചതാണ്. അപ്പൊ ആദ്യം മുതലേ സ്മിത എൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. മോറൽ സപ്പോർട്ട് എന്നുള്ള രീതി കൂടെ അരുൺകുമാർ. ആദ്യത്തെ പുസ്തകമാണ്. ഞാൻ ബേസിക്കലി ഒരു ബ്ലോഗറാണ്. പിന്നെ കഥകളും എഴുതാറുണ്ട്. ചെറുകഥാ മത്സരങ്ങൾക്കെല്ലാം സമ്മാനങ്ങളെല്ലാം കിട്ടാറുണ്ട് ഖത്തറിൽ. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി ഒരു റൈറ്റർ എന്ന് അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുസ്തകം ആദ്യമായിട്ട് രചിച്ചതാണ് ഞാൻ.